guys, this is Sakshi Shakti. Welcome to my another video. ഇപ്പോൾ ഞാൻ മണാലിയാണുള്ളത്. റോഡിൽ ഇങ്ങനെ പോവുകയാണെങ്കിൽ ഒരു വാട്ടർഫാളാണ്, ഫേമസ് ആയൊരു വാട്ടർഫാൾ. ഞാനവിടെ കാണിക്കാം, നല്ല കാര്യങ്ങളൊക്കെ പറയാം. പോകുന്ന റോട്ടിലെ ഒരു കാഴ്ചയുള്ളത് വെള്ളമൊന്നുമില്ല, പക്ഷെ അവിടെ ഒരു മഞ്ഞ് കാണാം, ഫുൾ പച്ചപ്പാണ്, ഭയങ്കര ഭംഗിയാണ്. എന്തായാലും മണാലി പോകുന്ന വഴിയിലെ കാഴ്ചയാണിത്. ഇവിടെ ഫുള്ള് ബൈക്കാട്ടോ, ഫുള്ള് ബൈക്ക് റെൻ്റാണ് ഇവിടെ. ഫുള്ള് കപ്പിൾസ് കാര്യങ്ങളൊക്കെ വരിക. അയ്യാ ഉദരി ചോടേക്കാ ട്രക്കിങ് അടിക്കാൻ നോക്കണ്ടേ, 3 കിലോമീറ്റർ ഉള്ളൂ, പക്ഷെ നടക്കണില്ല. ഇവിടെ ഒരുത്തന്മാരും നിർത്തുന്നില്ല. ആ റൂട്ടിലാണെങ്കിൽ ബസ് കാര്യങ്ങളൊന്നുമില്ല. ഇനി ഉണ്ടോയെന്ന് അറിയില്ല കേട്ടോ. പക്ഷെ അങ്ങോട്ട് ബൈക്കാണ് മാക്സിമം, ബൈക്ക് കാർ അങ്ങനത്തെ കാര്യങ്ങളൊക്കെയാണ്. ഞങ്ങൾക്ക് ഒരു പകുതി വെച്ചപ്പോൾ ഒരു ട്രക്കല്ല ഒരു ഹിച്ചാക്കിങ് കിട്ടിയ ഒരു കാറ്. നല്ല പയ്യൻ, ഹോട്ടൽ മാനേജ്മെൻ്റ് ഒക്കെ പഠിക്കാണ്. അവൻ്റെ വീടിൻ്റെ മുന്നിൽ കൂടെ തന്നെയാണ് ഇത് പോവുക. അവൻ്റെ ഹോം സ്റ്റേ ഒക്കെ ഉണ്ട്. ഇതാണ് പോകുന്ന റൂട്ട്. ഇവിടുന്ന് ഏകദേശം 1/2 മണിക്കൂർ നടക്കണം. ട്രക്ക് ചെയ്ത് കഴിഞ്ഞാൽ കറക്റ്റ് ആ വാട്ടർഫാളിലെത്തും. പോണ റൂട്ടിൽ ഇങ്ങനത്തെ ചെറിയ ചെറിയ വെള്ളച്ചാട്ടം കാണാം, ചെറിയ കടകൾ കാണാം. അതാണ് അവസ്ഥ. പോകുന്ന റൂട്ടിൽ മനോഹരമായൊരു ചെറിയൊരു അരുവി. ഇവിടെ ഒരു വെള്ളക്കുപ്പിയൊക്കെ ഉണ്ട്, തണുക്കാൻ വെച്ചാണുണ്ട്. സ്റ്റെപ്പാണ് കയറി പോണത്. ഫാമിലീസ് ഉണ്ട്, പല ആൾക്കാരുണ്ട് ഇവിടെ. പക്ഷെ നടക്കാണ്ട് ദൂരമുണ്ട്. ഇതാണ് വെള്ളച്ചാട്ടം, അറിയില്ല. ഇനി മുകളിലോട്ട് പോകേണ്ടതുണ്ട്. ഇതല്ല, ഇവിടെ കുറേ ആൾക്കാർ കുളിക്കണൊക്കെ ഉണ്ട്. ഇതൊരു ചെറിയ വെള്ളച്ചാട്ടം, കുളിക്കാൻ പറ്റിയ വെള്ളച്ചാട്ടം. ഈ കാറ്റ് അങ്ങനെ കയറി പോകണം. ഹിമാലയാണ് കയറിയിട്ട് ഇതിൻ്റെ ഏറ്റവും മേലെയാണ് ആ വെള്ളച്ചാട്ടം കാണുന്നത്. അതിൽ നമ്മൾ നടന്ന് വാട്ടർഫാളിലെത്തി. ആ വാട്ടർഫാൾ നടന്ന് വാട്ടർഫാളിൻ്റെ അടുത്തെത്തി. ഇതാണ് വ്യൂ പോയിന്റ്. അടിപൊളിയാ, കാണാം. ഇതാണത്. Finally I am here. അത്യാവശ്യം ഹൈറ്റിലെ വാട്ടർഫാളാണ്. ഇപ്പോൾ വെള്ളം കുറവായതാണ് ഇങ്ങനെ. ഇവിടെ ഫുള്ള് ആൾക്കാർ കാണാനൊക്കെ ഉണ്ട്. ഈ ഫാമിലി ഒരു കുട്ടീനായിട്ട് അത്രയും ട്രക്ക് ചെയ്ത് വന്ന് താഴേക്ക് ആൾക്കാരാണ്. ഇങ്ങനെ മുകളിൽ എന്തുകൊണ്ട് എന്താ സംഭവം അറിയില്ല, പോയി നോക്കട്ടെ. ഇവിടെ നോക്കിക്കഴിഞ്ഞാൽ വ്യൂ ആണിത്. എന്താ ഭംഗിയാണ്. ഉള്ള ആൾക്കാരാണ് താഴെ. ഈ വ്യൂ കാണാൻ വേണ്ടിയാണ് ഇത്രയും നടന്നു വരുന്നത്. പറഞ്ഞൊരു വ്യത്യാസമുണ്ട്. അതല്ല വാട്ടർഫാൾ, അത് ചെറുത്, വലുത് ഈ പാറിൻ്റെ മുകളിലാണ്. വലിയ വാട്ടർഫാൾ ഈ പാറിൻ്റെ മുകളിലാണ്. ഞാനിവിടുന്ന് നോക്കിക്കഴിഞ്ഞാൽ കാഴ്ച 650 മീറ്റർ നടക്കാം. പക്ഷേ അല്ല, മീറ്ററുള്ളൂ, നടക്കാൻ ഏകദേശം അത്യാവശ്യമുണ്ട്. അത്യാവശ്യം ഈ റൂട്ടിലൂടെ നടന്ന് ഞങ്ങൾ തറയിക്കണം. എത്തി. ഇതാണ് സംഭവം. ഞങ്ങൾ വൈകാട്ടി കേട്ടോ. ഇതാണ് സംഭവം. ഇതാണ് വെള്ളച്ചാട്ടം. ഇത് കാണുന്നുണ്ടെന്നറിയാം. ഇത് കിട്ടും സംഭവം. ആ ചെറുതായിരുന്നു ആദ്യം ഞാൻ കാണിച്ചത്. കാണിക്കാൻ പോണത് ആ വലുത്, ഏറ്റവും വലുത്. കുറച്ചും കൂടി നടക്കാണ്ട്, ഏകദേശം ഒരു 5 മിനിറ്റ് നടക്കാണ്ട്. എന്നാൽ ആ വാട്ടർ ഫാളിലെത്തും. അതൊക്കെ പോണത്തോടൊക്കെ നായിക്കളാ. യെസ്, ഫൈനലി റീച്ച്ഡ്. എൻ്റെ പുറകിൽ കാണുന്നതാണ് ഇവിടുത്തെ വാട്ടർഫാള്. ഓക്കെ, അത്യാവശ്യം നല്ല വ്യൂ ഉണ്ട്. അവിടെ പോയി നോക്കട്ടെ എന്തായാലും. വ്യൂ കാണിച്ചത് ഏകദേശം നടന്ന് ഞാനവിടെ എത്താനായിരിക്കണേ. ഇതാണ് ആ വാട്ടർഫാള്. അതായത് ഇവിടുത്തെ ഏറ്റവും വലുതും ഇവിടുത്തെ ഏറ്റവും ബ്യൂട്ടിഫുള്ളുള്ള ഒരു വാട്ടർഫാളാണ്. ഭയങ്കര രസമാണിത്. ഇതിൻ്റെ വ്യൂ നോക്കി,
കേസ് ഇവിടെ എത്തി കേസ്. ഓ ഇതാണ് കേസ് ഇതിൻ്റെ ഭംഗി. ഏകദേശം നടന്നാലും എന്താ ഭംഗിയാണ്. സോ ഗൈസ് ഫൈനലി നമ്മളിവിടെ എത്തിയിട്ട് ഗൈസ്. സൗണ്ട് കളിക്കുന്നുണ്ടോന്ന് അറിയില്ല. അത് ഭയങ്കര ഹൈറ്റാണ്. ഞാൻ കാണിച്ചു തരാം. എന്താ ഭംഗിയാണ് സംഭവം. കാണാം. ഇതാണ് ഇതിൻ്റെ വ്യൂ. സോ ഗൈസ് ലാസ്റ്റ് നമ്മളിവിടെ എത്തി. ഇതാണ് ഇതിൻ്റെ ഏറ്റവും എൻഡ്. ഞാനത് മഴവില്ല കണ്ടോന്ന് അറിയില്ല. ഓ ഇതാണ് വെള്ളച്ചാട്ടം. എന്താ വെള്ളച്ചാട്ടം വരാം. എത്ര കാലം ഈ വെള്ളച്ചാട്ടത്തിലൊക്കെ പോയിട്ട്. അപ്പോൾ ഈ വാട്ടർഫാളും കണ്ട് ഞാൻ ഈ വീഡിയോ സ്റ്റോപ്പ് ചെയ്യാണ്. അപ്പോൾ നമുക്ക് അടുത്ത വീഡിയോയിൽ കാണാം. ഓക്കെ ബൈ. ഞങ്ങളിവിടെ വന്നപ്പോൾ ഇവിടെ കണ്ടു ചെപ്പിനെ. എന്താ വർത്താനം? സുഖം ബ്രോ. എങ്ങനെയുണ്ട് യാത്രയൊക്കെ? അടിപൊളി. ഇച്ചയ്ക്ക് തോന്നുന്നല്ലേ? ഇച്ചക്ക് ഏകദേശം 4 മാസമായി. പൊളി ആണോ? ഇറങ്ങാനുള്ള ബ്രോ. എന്താ ഇൻസ്റ്റയിൽ മെസ്സേജ് ചെയ്യുക.